ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. അടിപൊളി ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഇത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ആ ഒരു അടിപൊളി പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് തന്നു. അതേപോലെ തന്നെ എന്താ പറയുക, വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മളുടെ സാനിറ്ററി പാഡാണ്. നമുക്ക് എല്ലാ ലേഡീസിനും വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് സാനിറ്ററി പാഡ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ എല്ലാം ലേഡീസിന്റെ ബാഗിൽ ഉണ്ടാവുന്ന ഒരു പാഡാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് എത്രത്തോളം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? കാരണം ഈ ഒരു പ്രൈവറ്റ് ഏരിയയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാനിറ്ററി പാഡ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പം അതിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ടെന്നോ അതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്കത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും നമുക്ക് അറിയത്തില്ല, അല്ലെ? അപ്പോൾ നമ്മളുടെ ഫെമിനൈൻ്റെ സാനിറ്ററി പാഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പാഡാണ്. കാരണം അത് ഞാൻ പ്രൂഫ് സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാനിറ്ററി പാഡിൽ നമ്മളുടെ സാനിറ്ററി പാഡിൽ, ഫെമിനൈൻ്റെ സാനിറ്ററി പാഡിൽ 400 ml വരെ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 100% 3 ലെയേഴ്സ് കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ചിപ്പ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അതുപോലെ തന്നെയാണ് ജെൽ ഫോം ടെക്നോളജിയാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഫെമിനൈൻ്റെ സാനിറ്ററി പാഡ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു സാനിറ്ററി പാഡ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. ഓക്കെ, എനിക്ക് അത്രയും 100% വിശ്വാസമുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് 2 സാനിറ്ററി പാഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാനിറ്ററി പാഡ്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു പാഡ്. ഓക്കെ, നോർമലായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു പാഡ്. ഇത് നമ്മുടെ ഫെമിനൈൻ്റെ സാനിറ്ററി പാഡ്. 2 സാനിറ്ററി പാഡ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാനിറ്ററി പാഡ് ഈ ചുമന്ന ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഇടുകയാണ്. അതുപോലെ ഈ നോർമൽ സാനിറ്ററി പാഡ് ഈ ഒരു യെല്ലോ ബൗളിലേക്ക് ഞാൻ ഇടുകയാണ്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് വേണ്ട. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ഫ്രൂട്ടിയുടെ ഒരു കുപ്പിയാണ്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇത് വന്നിട്ട് 200 ml കുപ്പിയാണ്. അപ്പം ഞാൻ ഈ ഒരു കുപ്പിയിൽ 2 കുപ്പി വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഈ വെള്ളം അളന്ന് സെറ്റ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇത്രത്തോളം ഉണ്ട്, 400 ml. അതേപോലെ തന്നെ ഇതൊരു 600 ml കുപ്പിയാണ്. അപ്പോൾ ഒരു 400 ml വെള്ളം ഇത്രയും വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 2 കുപ്പി വെള്ളവും അളന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ 400 ml വെള്ളം നമ്മളുടെ ഫെമിനൈൻ്റെ സാനിറ്ററി പാഡിൽ ഹോൾഡ് ചെയ്യുമോ, അതുപോലെ തന്നെ നമ്മളുടെ നോർമൽ സാനിറ്ററി പാഡിൽ നമുക്ക് ഹോൾഡ് ചെയ്യുമോ, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇത് 100% കോട്ടൺ ആണോ എന്നുള്ളത് ഇതിങ്ങനെ നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, ഇത് നമ്മളെടുത്ത് മാറ്റുകയാണ്. ഇതുണ്ടോ, ഇതാണ് ആ ഒരു ചിപ്പ്, അനിയൻ ചിപ്പ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ എന്നിട്ട് ഈ ഒരു സാനിറ്ററി പാഡ് ഇതുപോലെ ഞാൻ ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു സാനിറ്ററി പാഡ് ഇങ്ങനെ വെച്ചു. ഇനി മറ്റേ സാനിറ്ററി പാഡ് എടുക്കുന്നു. ഇതും ഞാൻ വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു. അത് പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ പൊളിക്കുന്നു. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ഒരു സാനിറ്ററി പാഡിനേക്കാളും കുറച്ചുകൂടെ വലുതാണിത്, ഈ ഒരു പാഡ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സാനിറ്ററി പാഡിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക്
400 ml വെള്ളമാണ്. പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നാനൂറ് ml വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് ഹോൾഡ് ചെയ്യുന്നവരെ നമുക്കിവിടെ വെക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഫെമിനേൻ്റെ ഈ സാനിറ്ററി പാഡിലും ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാ മുഴുവൻ വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 400 ml ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിനി ജെൽ ഫോമിലേക്ക് മാറാൻ നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുമോ? വെള്ളം വലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും നമുക്ക് ഒന്ന് കമത്തിയിട്ട് നോക്കാം. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ബ്ലഡ് ഇതുപോലെ ഒറ്റയടിക്ക് ഇത്രയും 400 ml ഒരുമിച്ച് എന്തായാലും കമത്തി വീഴില്ലല്ലോ, കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒരുമിച്ച് വെള്ളം ഒഴിച്ചതാണ്. നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു വെള്ളം വലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ. ഓക്കെ, ഈ വെള്ളം ഇത്രയായിട്ടുണ്ട്, വലിഞ്ഞ് ഇത്രയായിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന് ഒരനക്കവും സംഭവിച്ചിട്ടില്ല. ഇതിനൊരു അനക്കവും സംഭവിച്ചിട്ടില്ല. ഇത് വലിഞ്ഞ് പോകുന്നുണ്ട്. അത്രയായി. എന്തായാലും ഞാൻ ഒറ്റയടിക്ക് വെള്ളം എടുത്ത് ഒഴിച്ചതുകൊണ്ടാണ്. എന്തായാലും ഇതുപോലെ ആയിരിക്കില്ലല്ലോ, കുറേശ്ശെ ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ ബ്ലീഡിങ് ആകുമ്പോൾ കുറേശ്ശെ വന്ന് അങ്ങനെയാണല്ലോ. ഒറ്റയടിക്ക് എന്തായാലും 400 ml ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പം കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതുണ്ട്, ഇത്രയായി വെള്ളം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം സെറ്റായിട്ട് കുറച്ച് ഒരു തുള്ളിയൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റായി വലിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇതിന് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 100% നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിനി ഇതിൻ്റെ ലെയേഴ്സ് നമുക്ക് കണ്ടല്ലോ, ഇതിന് ഒരു കേടും ഒന്നും സംഭവിച്ചിട്ടില്ല. അത് മാത്രമല്ല ഇത് ഈ ഒരു അവസ്ഥയായി പോയിട്ടുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ആ ഒരു സ്പെഷ്യൽ ജെൽ ടെക്നോളജി ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. സ്പെഷ്യൽ ജെൽ ടെക്നോളജി ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് ലീക്ക് പ്രൂഫ് ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി വന്നിട്ട് ഈ ഒരു പാഡ് നമുക്ക് ഇത് 3 ലെയേഴ്സ് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. ഓക്കെ, ഇതിൻ്റെ 3 ലെയേഴ്സ് നമ്മൾ പൊളിക്കാൻ പോവാണ്.
ഞാനിതിങ്ങനെ കുറച്ച് സമയമെടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 100% വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെയർ ഇതാണ് ആ ചിപ്പ്. ആ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷൻ തരുന്ന, ആൻറ്റി ഫംഗൽ പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്ന ഈ ഒരു ചിപ്പ് ഇതാണ് കേട്ടോ. ഇതിലാണ് മാജിക് ഫുള്ള്. ഇത് 100% കോട്ടൺ. ഇതൊരു ലെയർ. ഓക്കെ, ഇത് ചിപ്പ്. ഇനി ഇത് രണ്ടാമത്തെ ലെയർ. ഇതിനുള്ളിലാണ് ആ ഒരു ജെല്ലിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ. ഓക്കെ, ഇത് 3 ലെയറാണ് ഇതിനകത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതുണ്ട് സ്പെഷ്യൽ ജെൽ ടെക്നോളജിയാണ്. സ്പെഷ്യൽ ജെല്ലാണ്, നമ്മളിങ്ങനെ അളുകളുകൾ ഇരിക്കുന്ന ഒരു ജെല്ലൊന്നുമല്ല. ഇതൊരു സ്പെഷ്യൽ ജെല്ലാണ്, ഒട്ടും വെള്ളം ഇല്ല. അതുകൊണ്ടാണ് ഇത് ലീക്ക് പ്രൂഫ് ആണെന്ന് 100% പറയുന്നത് കേട്ടോ. കാരണം നമ്മുടെ ബ്ലീഡിങ് വരുമ്പോഴേ അത് ഈ ഒരു ജെൽ ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് കണ്ടോ. അതുകൊണ്ടാണ് ലീക്ക് പ്രൂഫ് ആണെന്ന് പറയുന്നത്. അതുപോലെ ഗൈനക്കോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുമ്പം നമ്മൾ കൊടുക്കുമ്പം ഏറ്റവും നല്ലത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ചിപ്പ് 1, 2 and 3 layers ഫുള്ളി കോട്ടൺ. ഓക്കെ, ഇതാണ് ഫെമിനൈൻ്റെ ഈ ഒരു പാഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഹൈലി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ 400 ml വെള്ളം ഒഴിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു പാഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. ഈ ഒരു പാഡ് നമ്മൾ പൊളിക്കുമ്പോഴേ ഈ ഒരു പാഡും നമുക്ക് പൊളിച്ച് നോക്കാം. ഇതും 3 ലെയേഴ്സ് ഒക്കെയാണ്. ഇത് ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയർ, ഇത് തേർഡ് ലെയറിൽ ഇതിവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ഞിയാണ്. ഇത് കണ്ടോ, പഞ്ഞിയല്ല, ഇതെന്തോ വേറെന്തോ ഇതാണ്. ഇത് കണ്ടോ, ജെല്ലൊന്നുമല്ല കണ്ടു. കാരണം ഈ ഒരു പാഡിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു പാഡാണിത്. മനസ്സിലായോ? ഇത് ലാർജാണ്. ഇതെനിക്ക് തോന്നുന്നു എക്സ്ട്രാ ലാർജിന് അടുത്തുള്ള ഒരു പാഡാണ്. നമുക്ക് എക്സ്ട്രാ ലാർജ് ഉണ്ട്, അതിൽ 400 ml കൂടുതൽ പറ്റും കേട്ടോ. പക്ഷെ ഇത് നോക്കുക, ആ വെള്ളം അതുപോലെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാനിറ്ററി പാഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വാങ്ങി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഒറിഫ്ലെയിമിന്റെ ഫെമിനിയന്റെ സാനിറ്ററി പാഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ഒന്നും കൂടെ ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് ഇതിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളത് ഒന്നുകൂടെ ജസ്റ്റ് പറയാം. ഒന്നാമത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സാനിറ്ററി പാഡ് 100% യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫൈ ക്വാളിറ്റിയുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫൈ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ലീക്ക് പ്രൂഫ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ജെൽ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആന്റി ബാക്ടീരിയൽ ആൻഡ് റാഷസ് ഫ്രീ ആണിത്. അതുപോലെ ബയോഡിഗ്രേഡബിൾ ആണ്. 10 പാഡാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ ലാർജും എക്സ്ട്രാ ലാർജും വരുന്നുണ്ട്. 3 ലെയേഴ്സ് 100% കോട്ടൺ ആണ്. അതുപോലെ ആന്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അനിയൻ ചിപ്പ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിങ്സോട് കൂടിയിട്ടുള്ളതാണ് ഇത് വരുന്നത്. അപ്പം ഇത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അൾട്രാ തിന്നാണത്. അതുപോലെ തന്നെ ഫ്രഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. അൾട്രാ തിന്നാണ്, ഫ്രഗ്രൻസ് ഫ്രീ ആണ്.
അതുപോലെ ഫുൾ കോട്ടൺ സർഫസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇനിയിപ്പം ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും കുറെ സമയം ഇരിക്കണമല്ലോ എന്നുള്ളതും, അതുപോലെ സ്കൂളിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാം എപ്പോഴും നല്ലതാണ് ഈ ഒരു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ഡിസ്കൗണ്ടോട് കൂടി 10% വെൽക്കം ഡിസ്കൗണ്ടോട് കൂടി എന്റെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടറി അവിടെ നിന്ന് ഏതൊരു സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിവ്യൂസ് എല്ലാം നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം ലിങ്ക് വന്നിട്ട് ഞാൻ ബയോയിലോ അല്ലെങ്കിൽ കമന്റ്സിലോ ഞാൻ ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. പർച്ചേസ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ റിവ്യൂസുകൾ നിങ്ങളുടെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.